പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 24 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. ഒന്നോർത്ത് നോക്കിക്കേ. പ്രഭാതം മുതൽ രാത്രി വരെയും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ സംരക്ഷിച്ചു പിടിക്കുന്നത് പോലെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. ദൈവകൃപയല്ലായിരുന്നു സ്വസ്ഥമായിട്ട് ഉറങ്ങിയത്. കർത്താവിന് നന്ദി പറയാം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഇന്ന് ഉണർന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ഉള്ളം കയ്യിൽ വരച്ച് നടത്തുന്ന കർത്താവിന്, അമ്മയെപ്പോലെ ഓമനിച്ച് നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ബഹുമാനം, അങ്ങേക്ക് പുകഴ്ച. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക 138 സങ്കീർത്തനം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ കർത്താവിനെ കീർത്തിക്കും. ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. കർത്താവിൻ്റെ ദയയും വിശ്വസ്ത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിന് മീതെയൊക്കെയും കർത്താവിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരമരളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പല മീഡിയകളിലൂടെ ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കും. അങ്ങ് അവരെ അനുഗ്രഹിച്ച് കാക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിച്ച് അവരോട് കൃപയുള്ളവനായി തീരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ തിരുമുഖം ഇവരുടെ മേൽ ഉയർത്തി ഇവർക്ക് സമാധാനം നൽകുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രോഗങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുമാറി അവർക്ക് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം കർത്താവെ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങളെ പൊട്ടിക്കുക. കർത്താവെ, നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. വേദനകൾ വിട്ടുമാറട്ടെ. ജോയിൻ്റ് ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകളും, നാളുകളായുള്ള ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ജോയിൻ്റ് റിലേറ്റഡ് പ്രോബ്ലംസും പരിഹരിക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം മാറിപ്പോകട്ടെ. തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തരും. ആ തിരുവഴുത്ത് പ്രകാരം ഇവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹരിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉള്ളതിന് സ്തോത്രം. നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉള്ളതിന് സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പറയണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ സമയത്തിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യണം. പലരും 9:30 മീറ്റിങ്ങിന് 10:30 ജോയിൻ ചെയ്യും. നമ്മളങ്ങനെ പാട്ട് പാടി അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു 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 എന്നാ പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു രീതിയിൽ പോകണമെന്നൊന്നുമില്ല. ആത്മാവ് നയിക്കുന്ന ആദ്യമേ വചനം പറയാനാണ് നയിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ വചനം പറയും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. 9:30 തന്നെ ജോയിൻ. നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഇപ്പം തന്നെ ഒരു അലാം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 9:30 അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 139 സങ്കീർത്തനത്തിൻ്റെ 13 14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുക, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ മെടഞ്ഞു. 14 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമ്മളെക്കുറിച്ച് നല്ലവണ്ണം അറിയണം. പലപ്പോഴും പലയിടത്തും പലരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യൗവനക്കാരുടെ ജീവിതത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതിന് കാരണം നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ട്. പലരും നമ്മളോട് പറയും, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് കഴിവില്ല, അല്ലെങ്കിൽ നിനക്ക് എബിലിറ്റി ഇല്ല, നിനക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ നിനക്കത് ചെയ്യാനുള്ള ഒരു ത്രാണിയില്ല, അതില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകണം. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചതാണ്. നമ്മളിപ്പോൾ വായിച്ചപ്പോൾ കണ്ടു, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞവൻ അങ്ങ് തന്നെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കൊണ്ടുവന്നവൻ കർത്താവാണ്. ആമേൻ. എന്നെ ഭയങ്കരവും അതിശയവുമായി അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് ഞാൻ നന്ദി പറയും. അപ്പോൾ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് ഇംഗ്ലീഷ് പറയും. അപ്പോൾ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച ദൈവം എന്നെ എത്രമാത്രം പ്രാധാന്യം കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മേൽ എത്രമാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് കർത്താവ് എന്നെ അത്രമാത്രം വളരെ സൂക്ഷ്മതയോടെ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് നമ്മളെക്കുറിച്ച് ആ ബോധം ഉണ്ടാകണം. കർത്താവ് എന്നെ സൃഷ്ടിച്ചത് എങ്ങനെ സൃഷ്ടിച്ചതാ? ഭയങ്കരവും അതിശയവുമായിട്ട് സൃഷ്ടിച്ചതാ, ശ്രേഷ്ഠമായിട്ട് സൃഷ്ടിച്ചതാ, അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചതാ. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പം നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയാം നിങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ദൃഷ്ടിയിൽ എനിക്ക് കഴിവില്ലായിരിക്കാം, നിങ്ങളുടെ ദൃഷ്ടിയിൽ എനിക്ക് സൗന്ദര്യമില്ലായിരിക്കാം, നിങ്ങളുടെ ദൃഷ്ടിയിൽ എനിക്ക് അതിനുള്ള എന്നാ പറയുന്നത് പ്രാപ്തിയില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചത് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ്. കാരണം കർത്താവിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മളെ ആർക്കും താഴ്ത്തിക്കെട്ടാൻ കഴിയത്തില്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം വേണം, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഉറപ്പ് വേണം. നമുക്ക് നമ്മളെക്കുറിച്ച് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ സ്കൂളുകളിലാണെങ്കിലും നിങ്ങളുടെ കോളേജുകളിലാണെങ്കിലും നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഉറപ്പ് വേണം. എന്താ ഉറപ്പ്? എന്നെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകും, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അതെനിക്ക് നല്ലവണ്ണം അറിയണം. എന്നെ കർത്താവ് സൃഷ്ടിച്ചത് ശ്രേഷ്ഠമായിട്ടാണെന്നും അതിശയകരമായിട്ടാണെന്നും അത്ഭുതകരമായിട്ടാണെന്നും അത് ഞാൻ പറയണം, ഞാൻ അറിയണം. അവിടെയാണ് എൻ്റെ വിടുതൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ എത്രമാത്രം പ്രഷ്യസാണ്, എൻ്റെ ദൈവത്തിന് ഞാൻ എത്രമാത്രം പ്രാധാന്യമുള്ള വ്യക്തിയാണ്, എൻ്റെ ദൈവത്തിന് ഞാൻ എത്രമാത്രം പ്രിയപ്പെട്ടവനാണ്, എൻ്റെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ എൻ്റെ ദൈവത്തിന് ഞാൻ എത്രമാത്രം ശ്രേഷ്ഠനാണ്. ആ ഒരു ബോധം എനിക്കുണ്ടാകണം. ആ ബോധം വരുമ്പോൾ ആരെന്തോ പറഞ്ഞാലും നിന്നെ കൊള്ളത്തില്ല, കഴിവില്ല, പ്രാപ്തിയില്ലെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാൻ കഴിയും, നോ പ്രോബ്ലം. നിങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെ ആയിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം എന്നെ ഭയങ്കരവും അതിശയവുമായിട്ടാണ് സൃഷ്ടിച്ചത്, ശ്രേഷ്ഠമായിട്ടാണ് സൃഷ്ടിച്ചത്, സുന്ദരനായിട്ടാണ് സൃഷ്ടിച്ചത്, സുന്ദരിയായിട്ടാണ് സൃഷ്ടിച്ചത്, കഴിവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്, ഹല്ലേലൂയ, ബുദ്ധിയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നെ കർത്താവ് ശ്രേഷ്ഠമായിട്ടാണ് നടത്തുന്നത്. ഇന്ന് പകൽക്കാലം ആ ഒരു ബോധ്യം നമ്മളെക്കുറിച്ച് നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. കർത്താവ് ഈ വചനത്താൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കട്ടെ. ഒന്നും നിങ്ങളെ താഴ്ത്തിക്കളയാൻ പാടില്ല. നിങ്ങളെപ്പോഴും പറയണം, കർത്താവാണ് എന്നെ സൃഷ്ടിച്ചത്, അത് ഭയങ്കരവും അതിശയവുമായിട്ടാണ് സൃഷ്ടിച്ചത്. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. ആമേൻ. നമ്മളൊരു അതിശയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.